കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നല്ല തണുപ്പാണ്. നല്ല തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രിയിൽ ഇവിടെ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത് -6, -7 അങ്ങനെയായിരുന്നു ഇന്നലെ രാത്രിയിൽ. ഇപ്പോൾ സമയം നേരം വെളുത്തു. രാവിലെ 9:30 മണി സമയമായി. പക്ഷേ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ കാണിക്കുന്നത് -5 ആണ് കാണിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞും കൂടെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഇവിടെ ഓപ്പറേഷന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് നാട്ടിലെ പോലെ അധികം ആൾക്കാരും ഒന്നും ഉണ്ടാവില്ലല്ലോ നമ്മുടെ കൂടെ. അപ്പം ഞാനും ഭാര്യയും മാത്രമായിരുന്നു ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്തുണ്ടായിരുന്നത്. മൂത്ത മകനെ രാവിലെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാക്കി വരുന്ന വഴിക്ക് 8:30ക്കാണ് ഓപ്പറേഷൻ പറഞ്ഞത്. 7:15 നമ്മളോട് അഡ്മിറ്റ് ആകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ലേറ്റായി. വരുന്ന വഴിക്ക് തന്നെ കുറച്ച് ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 7:25 ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. 7:25 ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 8:30ക്ക് ഓപ്പറേഷൻ. നേരെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ. തിയേറ്ററിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൻ്റെ പുറത്ത് റിക്കവറി റൂമുണ്ട്. അവിടേക്കാണ് നമ്മൾ നേരെ ചെല്ലുന്നത്. അവിടുന്ന് നമുക്ക് 2 പേർക്കും, അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും ഉപയോഗിക്കാനുള്ള തിയേറ്ററിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കാനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവരവിടുന്ന് തരും. അതിനുശേഷം അനസ്തേഷ്യൻ്റെ ഡോക്ടർ, അതുപോലെ സർജറി ചെയ്യുന്ന ഡോക്ടർ, നമ്മളെ ബാക്കിയുള്ള അവിടുത്തെ നേഴ്സസൊക്കെ വന്ന് നമ്മളെ പരിചയപ്പെടും. ഇതൊക്കെയാണ് പ്രൊസീജിയർ അവർ നോർമലി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പോലെയുള്ള ഒരു സിസ്റ്റം അല്ല ഇവിടെ. അതിനുശേഷം ഞാൻ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. നമുക്ക് റിക്കവറി റൂമിലേക്ക് മാറ്റിയതിന് ശേഷം പിറ്റേന്ന് രാവിലെ മൂത്ത മകനെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഉള്ള അവസ്ഥയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രഗ്നൻസി കൺഫേം ആയ ആ സമയം മുതൽ ഇപ്പോൾ ഈ ഓപ്പറേഷൻ ആയ ഈ സമയം വരെ നമുക്ക് ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് പൈസ ചിലവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് നമ്മൾ വാങ്ങിക്കുന്ന മെഡിസിനും അതുപോലെ ഈ ഹോസ്പിറ്റലിലുള്ള ട്രീറ്റ്മെൻറ്റൊന്നും ₹1 പോലും നമുക്ക് ചിലവുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിന്നുള്ള എക്സ്പീരിയൻസ് അടുത്തൊരു വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയാം.